കാശിയുടെ ക്യാബിന് മുൻപിൽ നിന്ന് ഡോറ് നോക്ക് ചെയ്യുമ്പോൾ മിടിച്ച ഹൃദയം നിന്നു പോകുന്നത് പോലെ പേടിച്ചുപോയി. ഡോറ് തുറക്കുമ്പോൾ കണ്ടു ചുണ്ടിൽ ചെറിയ ചിരിയുമായിരിക്കുന്ന കാശിയെ. എന്തോ ഒരു പേടിയുണ്ടായിരുന്നു അകത്തേക്ക് കയറാൻ. ആ കണ്ണുകൾ തൻ്റെ മേലെ തന്നെയാണെന്നുള്ളത് ഒന്നുകൂടെ അവളെ തളർത്തി. എന്തിനാ താൻ ഇത്രയും നെർവസ് ആവുന്നത് അറിയില്ല. പക്ഷേ ഒന്നറിയാം, മറ്റാർക്ക് മുൻപിലും ശൗര്യത്തോടെ നിന്നിരുന്ന എന്ത് പ്രശ്നത്തെയും ധൈര്യമായി നേരിട്ടിരുന്ന ആദിരുദ്ര ജീവിതത്തിൽ ആദ്യമായി തളർന്നു പോകുന്നത് കാശിനാഥൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴാണ്. അതെ, എന്തോ ഒന്ന് ആ കണ്ണുകളിൽ കുരുക്കിയിട്ടുണ്ടെന്ന്. എത്രയൊക്കെ നോക്കണ്ടെന്ന് കരുതിയിട്ടും ആ കണ്ണുകളെ തന്നെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന തൻ്റെ മിഴികളോട് അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി. വിട്ടുപോകാതെ മനസ്സിനെ പതിയെ കൈപ്പിടിയിൽ നിർത്തി അവൾ മുൻപോട്ട് ചെന്നു. സർ, ജാസ്മിൻ മേഡം വന്ന് പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാ ഞാൻ. ഇരിക്ക്. പഞ്ചിങ് എത്രയും വേഗം റെഡിയാക്കാം. പിന്നെ ജോബൊക്കെ പറഞ്ഞു തന്നില്ലേ? ട്രെയിനീസ് അല്ലേ നിങ്ങൾ, അതുകൊണ്ട് ഒരുപാട് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ചു നേരം ചെയ്യുക, പിന്നെ റെസ്റ്റ് എടുക്കുക കേട്ടോ. ലോഗിൻ ചെയ്തിടുക, എപ്പോഴും ലാപ്ടോപ്പിൽ അത് മാത്രം മറക്കാതിരിക്കുക. ക്യാൻറ്റീനുണ്ട് ഇവിടെ തന്നെ, വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. ഇല്ലെങ്കിൽ എന്തു പറഞ്ഞാലും കൊണ്ടുതരും ഇവിടെ. ക്യാബിനിലിരുന്ന് കഴിക്കാം. പിന്നെ ക്യാബിനിൽ നിന്ന് വേണ്ടെങ്കിൽ നമ്മുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് താഴെ, അവിടെ വിളിച്ചാലും മതി. മറ്റെന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോടോ അല്ലെങ്കിൽ മനുവിനോടോ പറയണം. എന്ത് കാര്യമാണെങ്കിലും പറയണം. പറയാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇനി ഓഫീസിന് വെളിയിലുള്ള കാര്യമാണെങ്കിലും പറയണം. തനിക്കുള്ള ഫോണ് പോകും മുൻപേ ഞാൻ കൊണ്ടുവന്ന് തന്നോളാം. അതിലെൻ്റെയും മനുവിൻ്റെയും നമ്പർ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിനും വിളിക്കാം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാതിരിക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കാത്തൂനോട് മനു പറഞ്ഞു കൊടുക്കുമെല്ലാം. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, എന്തുണ്ടെങ്കിലും പറയണം. നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരാരെങ്കിലും കമ്പനിക്ക് പുറത്ത് വെച്ച് സംസാരിക്കാൻ വന്നാലോ, എന്തിനും വിധത്തിൽ ശല്യത്തിന് വന്നാലോ ആ നിമിഷം എന്നെ അറിയിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ മനുവിനെ. പറഞ്ഞ കാര്യങ്ങളൊന്നും വെറുതെ കേട്ടിട്ട് മറന്നു കളയരുത്. അതിനൊക്കെ അതിൻ്റേതായ സീരിയസ്നെസ് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി സാലറി ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് നാളെ നിങ്ങൾക്ക് മെയിൽ വരും. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സർ. ഓക്കെ, എങ്കിൽ പോയിക്കോ. ക്യാബിനിൽ പോയിരുന്നോ? മൊബൈൽ ഞാൻ കൊണ്ടു തന്നോളാം. ഞാനും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഡ്രോപ്പ് ചെയ്യാം നിങ്ങളെയും വീട്ടിലേക്ക്. ഇല്ല സർ, ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്. സ്കൂട്ടി ഉണ്ട്. ആണോ? ആരോ ഓടിക്കുന്നത്? ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സർ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ലൈസൻസ് ഉണ്ട്. ഓക്കെ, പോയിക്കോ. വെയിറ്റ്. രുദ്ര രാവിലെ വന്നപ്പോൾ ഇങ്ങനെയെല്ലാം മുടി കെട്ടിയിരുന്നത്, പിന്നെന്താ ഇപ്പം ഇങ്ങനെ? സർ, അത് സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നു ജാസ്മിൻ മാം, അതുകൊണ്ടാണ്. ഓഹോ, ജാസ്മിൻ പറഞ്ഞല്ലേ? അതിനുള്ള വടയും ചായയും അവൾക്ക് ഞാൻ കൊടുത്തോളാം. ഇപ്പം മോള് പോയിക്കോ. പിന്നെ ഇങ്ങനെ മടക്കി വെച്ച് നീളം കുറയ്ക്കാൻ നിൽക്കണ്ട. ആ മുടി ഇങ്ങനെ മുട്ടപ്പം കിടക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ പോയിക്കോ. ഓക്കെ സർ. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ടും പോയ കിളികളൊന്നും തിരിച്ചു വരാതെ അവിടെ തന്നെ നിന്നുപോയി ആദി. ഇത്രയും വലിയ കമ്പനി MD ഒരു സാധാ ട്രെയിനിയോട് ഇത്രയും പെർഫെക്റ്റായി സംസാരിക്കുമോ? ഇനി ഇയാൾ വല്ല കോഴിയുമാണോ? കോഴിയൊന്നുമല്ല. മനുവേട്ടനും എത്ര നന്നായിട്ടാണ് സംസാരിച്ചേ. അതൊരു സഹോദരനെ പോലെയല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. എന്തേലും ആവട്ടെ, എന്തായാലും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യ ക്യാബിനിലിരിക്കുമ്പോഴാണ് ഡോറ് തുറന്ന് കാത്തു അകത്തേക്ക് വന്നത്. ആദ്യ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്, അതിനൊപ്പം തന്നെ തലയാട്ടുന്നുണ്ട്. ദേഷ്യമാണ് മുഖത്ത്. ആദ്യക്ക് അവളുടെ ഭാവം കണ്ടപ്പോഴേ മനസ്സിലായി മനുവേട്ടനുമായി ഉടക്കി കാണുമെന്ന്. എന്തു പറ്റി കാത്തുമ്പി? ആദ്യയിടയ്ക്ക് അവളെ കാത്തുമ്പി എന്ന് വിളിക്കാറുണ്ട്. ഇനി എന്നെ പറ്റാനാ കൊച്ചേ? ആ കാലൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാവും, ഉറപ്പാടിയത്. അയാൾക്ക് ഞാനിപ്പോൾ 1ാം ക്ലാസ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. 1ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റോ? അതെങ്ങനെ കിട്ടും? SLC മതിയെന്ന് ചോദിച്ചപ്പോൾ പറയുക. അതുപോരാ, ഞാൻ 1ാം ക്ലാസ് പാസ്സായോ എന്ന് അയാൾക്ക് ഡൗട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് പോയി ചോദിച്ച് നോക്കട്ടെ എന്ന്. അപ്പം ഇരുന്ന് കിണിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. സ്കൂളിൽ നിന്ന് അങ്ങനെ തരുകോടി 1ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റൊക്കെ? അത് കിട്ടാൻ ഇനി വേറെ എക്സാം എഴുതേണ്ടി വരുമെന്നാ എനിക്കിപ്പോൾ ടെൻഷൻ.
ഡി മണ്ടി, നിന്നെ കളിയാക്കിയതാടി, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞതൊക്കെ വിശ്വസിച്ച് സ്കൂളിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു വന്നേക്കുന്നു. അയ്യേ, കളിയാക്കിയതായിരുന്നു, എനിക്കും തോന്നിയായിരുന്നു. ആദ്യ കാർത്തൂനെ കളിയാക്കി ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്തെ ക്യാബിനിലിരുന്ന് ആദ്യ ചിരിക്കുന്നത് കണ്ട കാശിയുടെ കണ്ണ് നനഞ്ഞതിനോടൊപ്പം ചുണ്ടിലൊരു ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. പെട്ടെന്ന് ഫോണിലേക്ക് വന്ന മെസ്സേജ് ടോൺ കേട്ടവൻ ഫോണിലേക്ക് ശ്രദ്ധിച്ചു. അത് വായിച്ചവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ചിരിക്കുന്ന ആദിയെ ഒന്നുകൂടെ നോക്കി സീറ്റിൽ നിന്ന് എഴുന്നേറ്റവൻ ക്യാബിന് വെളിയിലേക്ക് പോയി. ടേബിളിലിരിക്കുന്ന ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട കാർത്തുവും ആദിയും പരസ്പരം നോക്കി. വന്നത് തൊട്ട് ആ ഫോൺ ഇതുവരെ അടിച്ചതുമില്ല, അവരതിനെപ്പറ്റി ചിന്തിച്ചതുമില്ല. ഒരു നിമിഷം സംശയിച്ചു നിൽക്കുമെങ്കിലും കാർത്തുവാണ് ഫോൺ എടുത്തത്. ഹലോ. ആ കാർത്തു, എൻ്റെ ക്യാബിനിലേക്ക് വാ, ആദിയെയും കൂട്ടിക്കോ. അല്ല, വേഗം വാടി. ഓക്കെ സർ. ഫോൺ വെച്ചിട്ട് അവൾ ആദിയെ നോക്കി. കാർത്തുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആദി. എഴുന്നേറ്റ് വാടി, ആ കാലൻ്റെ ക്യാബിനിലേക്ക് നിന്നെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ആരുടെ? മനുവേട്ടൻ്റെയോ? കാലെന്ന് പറയുമ്പോഴേ അറിയാലോ, വാ പോയി നോക്കാം. അവർ മനുവിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നപ്പോഴേക്കും മനുവിൻ്റെ അടുത്ത ചെയറിലിരിക്കുന്നുണ്ടായിരുന്നു കാശിയും. ഒരു ചെറുചിരി അവൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചിരുന്നു. കയറി വാ രണ്ടാളും, വന്നിരിക്ക്. മനു വിളിച്ചത് കേട്ട് രണ്ടാളും നടന്ന് മുൻപിലുള്ള ചെയറിലിരുന്നു. ആദ്യ പതിയെ മുഖം ഉയർത്തി കാശിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ വലയം ചെയ്യുന്നത് കണ്ട് ആദിക്കുള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ വേഗം നോട്ടം മാറ്റി. ആദി, കാത്തു, രണ്ടാളെയും വിളിച്ചത് മൊബൈൽ തരാനാണെന്ന് കേട്ടോ. എൻ്റെയും കണ്ണൻ്റെയും കാശിയുടെയും നമ്പർ അതിൽ സേവ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ എന്ത് പ്രോബ്ലം വന്നാലും ഞങ്ങളെ വിളിക്കണം. ഓഫീസിലേക്ക് വരുന്ന വഴിയോ തിരികെ പോകുന്ന വഴിയോ ആരെങ്കിലും ശല്യത്തിന് വന്നാലോ ഫോളോ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്താലോ ഒക്കെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം. പരിചയമില്ലാത്ത ആരെങ്കിലും കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ പറയണം, അല്ലെങ്കിൽ കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ അറിയിക്കണം. ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ രണ്ടാളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ വരണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് കാർ അയക്കാം. രാവിലെ വീട്ടിൽ നിന്ന് വിളിക്കാനോ വണ്ടി അയക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ സ്കൂട്ടിയിൽ വന്നോളാം സർ. കാർത്തു പറഞ്ഞത് കേട്ടപ്പോൾ മനുവും കാശിയും പരസ്പരം നോക്കി. ശേഷം കാശി 2 ബോക്സ് എടുത്ത് മനുവിൻ്റെ കയ്യിൽ കൊടുത്തു. മനു ആദിക്കൊന്നു കൊടുത്ത ശേഷം കാർത്തുവിനും. അവർ അന്തിച്ച് നിൽക്കുമായിരുന്നു, കാരണം നല്ല വിലയുള്ള ഫോണായിരുന്നു അത് രണ്ടും. താങ്ക് യു സർ. താങ്ക് യു മനുവേട്ടാ. രണ്ടാളും മനുവിനെ നോക്കി താങ്ക്സ് പറഞ്ഞത് കേട്ട് കാശി ആദിയെ നോക്കി. ആദ്യം മുഖം ഉയർത്തി ഒന്ന് ചിരിച്ചു. കാശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. ആദി പെട്ടെന്ന് വെപ്രാളത്തിൽ മനുവിനെയും കാർത്തുവിനെയും നോക്കി. അവർ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് പോരടിക്കുന്ന തിരക്കിലായിരുന്നു. അത് കണ്ട് ആദി ചിരിച്ചു. ആദിയും കാത്തുവും ഓഫീസിൽ നിന്നിറങ്ങി വണ്ടിയെടുത്ത് റോഡിലേക്ക് പോയി. കാത്തുവാണ് വണ്ടി ഓടിച്ചത്. ആദി കാത്തുവിനെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് താടി മുട്ടിച്ചാണ് ഇരിക്കുന്നത്. വാത്തോരാതെ രണ്ടുപേരും ചിരിച്ച് സംസാരിച്ചുകൊണ്ടാണ് യാത്ര. അവർ പോകുന്നത് കാശിയും മനുവും അവരുടെ കാറിലിരുന്ന് കണ്ടിരുന്നു. ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി കാശി. കണ്ണ, അവർക്ക് മനസ്സിലായി കാണുമോ ആദി ഇനി ഇവിടെയാണ് ഉണ്ടാവുക എന്ന്? കാണും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ സിദ്ധാർത്ഥ് ഇങ്ങോട്ട് വരില്ലല്ലോ, അവർ പറഞ്ഞു വിട്ടതാകും. ശരിയാ, ഇതിനു മുൻപേ ഇങ്ങോട്ടിങ്ങനെ വന്ന് കാവലിന് കിടക്കാറില്ലല്ലോ. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള വരവാണ്, അങ്ങനെ ഉറപ്പിക്കാം. പക്ഷേ ഇനി നമ്മൾ പേടിക്കണ്ടല്ലോ. നമ്മുടെ കൺമുൻപിൽ അവരുള്ളപ്പോൾ എന്ത് പേടിക്കാനല്ലേടാ? അല്ലടാ, ഇനിയാണ് പേടിക്കേണ്ടത്. കാരണം രുദ്ര ഈ കാശിനാഥൻ്റെ തൊട്ടടുത്തുള്ളത് അവർക്കങ്ങോട്ട് ദഹിക്കാൻ വഴിയില്ല. അവർക്കറിയാം അവൾ എൻ്റെ പെണ്ണാണെന്ന്. അവളെ തൊട്ടാൽ എനിക്ക് പൊള്ളുമെന്നും. അപ്പം പിന്നെ എന്നെ പൊള്ളിക്കാനല്ലേ അവർ നോക്കൂ. ശ്രമിക്കട്ടെ, പക്ഷേ തൊടില്ല അവരെൻ്റെ പെണ്ണിനെ. എത്രയും പെട്ടെന്ന് ആദിരുദ്ര ആനന്ദ്, ആദിരുദ്ര കാശിനാഥനാവണം. എങ്കിലേ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കൂ. അല്ലെങ്കിൽ മാണിക്യശ്ശേരിയിൽ മഹാദേവനാരായണന് എൻ്റെ അച്ഛൻ കൊടുത്ത വാക്കെനിക്ക് പാലിക്കാൻ പറ്റാതെ പോകും. അത് പാടില്ല. എന്ത് വില കൊടുത്തും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിയിരിക്കും. അതിന് ആരൊക്കെ തടസ്സം നിന്നാലും അവരെയൊക്കെ അരിഞ്ഞു മാറ്റാൻ ഒരു മടിയുമില്ല ഈ കാശിനാഥന്. പിന്നെ എല്ലാത്തിലും ഉപരി അവൾ എൻ്റെ പെണ്ണ. ഈ ജന്മത്തിലല്ല, വരും ജന്മത്തിലും. ആദിരുദ്ര കാശിനാഥൻ. മനുപതിയെ അവൻ്റെ തോളിൽ കൈവച്ചു. കാശി അവനെ നോക്കിയൊന്ന് ചിരിച്ച് കണ്ണുറുക്കിയ ശേഷം മുൻപിൽ പോകുന്ന ആദിയെ പ്രണയത്തോടെ ഒന്ന് നോക്കി.
ഇതൊന്നും അറിയാതെ കാർത്തൂനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു ആദി. കാർത്തുമ്പി, കാർത്തുമ്പി, പറ കാർത്തുമ്പി, പറടി പുല്ലേ. എനിക്കൊരു സംശയം, ആ മനുവേട്ടനും കാശി സാറും കോഴികളാണോന്ന്. പൊടിപ്പട്ടി, കാശി സാറ് കോഴിയൊന്നുമല്ല, നല്ല സ്വഭാവമാണ് സാറിൻ്റെ. ആ കൊനുവിൻ്റെ അടുത്ത് ഞാനിരുന്നപ്പോൾ സാർ അവിടെ വന്നായിരുന്നു. അപ്പോൾ എന്ത് നന്നായിട്ട് എന്നോട് സംസാരിച്ചിരുന്നു. നല്ല മനുഷ്യനാടി. അദ്ദേഹത്തെ അങ്ങനെയൊന്നും പറയണ്ടടി, പാവം. പിന്നെ നിന്റെ കൊനുസേട്ടൻ കോഴിയാണെന്ന് എനിക്കറിയില്ല. ആ മുഖത്ത് സ്ഥായിഭാവം കലിപ്പാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് എപ്പോഴും കലിപ്പ. പിന്നെ നിങ്ങൾ ചേട്ടനും അനിയത്തിയുമൊക്കെ ആയില്ലേ, പിന്നെ എന്താ അപ്പം ഇങ്ങനെ തോന്നാൻ? ഞാൻ ചുമ്മാ ചോദിച്ചതാടി. അത് പറഞ്ഞ് ആദി കാത്തൂനെ ഒന്ന് ഇറുക്കെ പിടിച്ചു. ഡി ആദി, കൊല്ലാതെ എന്നെ കെട്ടിപ്പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുവാണോ നീ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തള്ളയില്ലാതാകുമോ ഡീതി? ഏത് കുഞ്ഞുങ്ങൾ? അല്ല, ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കുമല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, ആ കുഞ്ഞുങ്ങൾ. അയ്യടി, അവളുടെ ഒരു പൂതി നോക്കിയേ. ആദ്യം അത് കേട്ട് ഉറക്കെ ചിരിച്ചു. കാത്തുവും കൂടെ ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് പുറകിലൊരു വണ്ടി ഫോളോ ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചത്. ആദി, നമ്മളെ കുറച്ചു നേരമായി ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം തിരിഞ്ഞു നോക്കി. ശരിയാടി, ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഏതായാലും കുറച്ച് സൈഡ് ഒതുക്കി ഓടിച്ചേ, കയറിപ്പോകുന്നാണ് നോക്കാലോ. ആദ്യയിടയ്ക്ക് മിററിൽ കൂടി നോക്കുന്നുണ്ട്. സൈഡ് കൊടുത്തിട്ടും കയറാത്തത് കണ്ടപ്പോൾ അവൾക്കും തോന്നി ഫോളോ ചെയ്യുക തന്നെയാണെന്ന്. കാത്തു, നീ വണ്ടി ഒതുക്കിയേ, നമുക്ക് നോക്കാം ആരാണെന്ന്. അവർ വഴിയിൽ കണ്ട ഒരു പെട്ടിക്കടയുടെ അടുത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തി. ആദ്യം ഇറങ്ങി പെട്ടിക്കടക്കടുത്തേക്ക് നടന്നു. പക്ഷെ ആ വണ്ടി അവരെ ശ്രദ്ധിക്കാതെ കടന്നു പോവുകയാണ് ചെയ്തത്. കാത്തുവും ആദ്യവും പരസ്പരം നോക്കി. ആ വണ്ടി പോയ വഴിയെ കുറച്ചു നേരം നോക്കി. അതിനുശേഷം അവർ സ്കൂട്ടിയിൽ കയറി വണ്ടിയെടുത്തു. കണ്ണ, അവരെന്തിനാ വണ്ടി നിർത്തിയത്? ഇനി നമ്മളെ കണ്ടിട്ടാണോ? കണ്ടു കാണും. അവർക്ക് നമ്മുടെ വണ്ടി അറിയാമോ? ഓഫീസിൽ വെച്ച് ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും. അവർ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ആദിയുടെയും കാത്തുവിൻ്റെയും പുറകെ ഉണ്ടായിരുന്ന കാശിയും അനുവും ഇടയ്ക്ക് വെച്ച് 1-2 വണ്ടികൾ അവർക്ക് മുൻപിലേക്ക് വന്നെങ്കിലും അവരുടെ വണ്ടി കാണുന്ന രീതി കീപ്പ് ചെയ്ത് കാർ ഓടിക്കുകയായിരുന്നു അവർ. കാർത്തു, അവർ നമ്മളെ ഫോളോ ചെയ്തതല്ലല്ലേ, നമുക്ക് തോന്നിയതാവും. അവർക്ക് അത്യാവശ്യമൊന്നും കാണില്ല പോയിട്ട്, അതാവും പതിയെ പോയത്. വഴി കൂടെ പോകുന്നവരെയൊക്കെ ചൊറിഞ്ഞപ്പോൾ തല്ലുവാങ്ങിയേനെ. ഇനി മോള് പുറകിലേക്ക് അധികം നോക്കേണ്ട കേട്ടോ, നേരെ നോക്കി ഓടിച്ചോ, അതാവും നിൻ്റെയും എൻ്റെയും ആരോഗ്യത്തിന് നല്ലത്. ഇല്ലടി, എനിക്ക് തോന്നിയതാവാൻ വഴിയില്ലടി. കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്നോട് പറയും മുൻപ് തന്നെ. നീ നോക്കിയപ്പോഴും കണ്ടതല്ലേ. നമ്മൾ സൈഡ് കൊടുത്തു, എന്നിട്ട് കയറിപ്പോയോ? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ? എന്തായാലും വേഗം വീട് പിടിക്കാം. അവരുടെ സ്കൂട്ടി ചെറിയൊരു വഴിയിലേക്ക് കയറി. ആ വഴിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരിട റോഡ് പോലെയുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ 1-2 ചെറിയ വണ്ടികൾ കടന്നു പോകുന്നതല്ലാതെ വേറെ കടകളോ മറ്റോ വണ്ടികളോ ഉണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും കണ്ടു വഴിയരികിൽ ആരെയോ കാത്തുന്ന പോലെ നിൽക്കുന്ന കുറച്ചാളുകളും ഫോളോ ചെയ്തിരുന്ന വണ്ടിയും. ഡി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളെ ഫോളോ ചെയ്തതാണെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ വണ്ടി വിടുക കാത്തുമ്പി, നമുക്ക് നോക്കാം. അയ്യോ, ആർക്ക് പേടി? ഓക്കെ. സ്കൂട്ടി അടുത്തെത്താറായപ്പോൾ കാറിനടുത്ത് നിന്ന് ഒരാൾ കൈ കാണിച്ചു നിർത്താൻ പറഞ്ഞു. കാർത്തു വണ്ടി സൈഡിൽ ഒതുക്കി. ആദ്യം കാത്തുവും പരസ്പരം നോക്കി, പിന്നെ മുൻപിൽ നിൽക്കുന്നവരെയും. എന്തിനാ നിങ്ങൾ നിർത്താൻ പറഞ്ഞത്? കാത്തു ചോദിക്കുന്നതിനൊപ്പം തന്നെ ആദിയെ തോള് കൊണ്ടൊന്ന് തട്ടുകയും ചെയ്തു. ഒരു 5 മിനിറ്റ്സ് ഞങ്ങളുടെ ബോസിന് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ബോസോ? അതാരാ? അയാളെന്തിനാ ഞങ്ങൾ കാണുന്നേ? അതൊക്കെ ബോസ് പറയും. ഒരു 5 മിനിറ്റ്സ് സഹകരിച്ച നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ വെറുതെ ഞങ്ങളുടെ കൈക്ക് പണിയാകും. അത് വേണ്ടെങ്കിൽ വണ്ടി മര്യാദയ്ക്ക് സൈഡിലേക്ക് ഒതുക്കിക്കോ. ആദ്യം എന്തെങ്കിലും പറയുന്നതിന് മുൻപ് കാർത്തു വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി. നീ എന്തിനാ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയേ? ആദ്യ പതിയെ കാർത്തൂനോട് ചോദിച്ചു. പിന്നല്ലാതെ പാഞ്ഞു വരുന്ന പോത്തിനോട് വേദം ഓതുവോ? ആദിയുടെ അതേ ടോണിൽ കാത്തുവും മറുപടി പറഞ്ഞു. പെട്ടെന്ന് കാറിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടവരങ്ങോട്ട് നോക്കി. വണ്ടിയിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. കാത്തു അയാളെ കണ്ണു തള്ളി നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ആദ്യ അവളുടെ കയ്യിലൊന്ന് പിച്ചി. അയാൾ അടുത്തേക്ക് വന്ന് ആദ്യ അടിമുടി ഒന്ന് നോക്കിയ ശേഷം അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ആദിരുദ്ര, അങ്ങനെയല്ലേ പേര്? അതെ. ഇത് കാർത്തിക. ഐ ആം റൈറ്റ്? അതെ. KRൽ വർക്ക് ചെയ്യുന്നു അല്ലേ? അവിടുത്തെ കാശിനാഥനുമായി ആദിരുദ്രയ്ക്ക് എന്താ ബന്ധം? എന്ത് ബന്ധം? അറിയില്ലേ?
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കുന്നതാണ് നിനക്ക് നല്ലത്. പകരം മുൻപോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും ആങ്ങളെയും ഒക്കെ എന്നേക്കുമായി അങ്ങ് മറന്നേക്കണം. കേട്ടല്ലോ? എന്ത് ബന്ധം? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ദേ, വീട്ടിലുള്ളവരെ പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് തൻ്റെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. താൻ എവിടുത്തെ കൊമ്പത്തെ ബോസാണെങ്കിലും ഈ ആദിരുദ്രയ്ക്ക് ഒന്നുമില്ല. കേട്ടല്ലോ? പെട്ടെന്ന് ആദിയുടെ അടുത്തുനിന്ന് ഇങ്ങനെയൊരു മറുപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നവരെല്ലാം ആദ്യമൊന്ന് പകച്ചു. ഡി, നിന്റെ ഈ നെകളിപ്പുണ്ടല്ലോ തീർത്തു തരാൻ അറിയാഞ്ഞിട്ടല്ല. ആ കാശിനാഥൻ അവൻ്റെ അടുത്ത് നീ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നത്. ഇന്ന് നീ അവൻ്റെ അടുത്തു തന്നെയുള്ളപ്പോൾ നിന്നെ വേദനിപ്പിക്കാൻ വരാനുള്ള എൻ്റെ ആഗ്രഹവും കൂടും. നിനക്ക് നൊന്ത അവനും നോവും. ചെന്നു പറഞ്ഞേക്ക് അവനോട്, അവൻ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്ന അവൻ്റെ പെണ്ണിനെ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. എത്ര നാൾ ചിറകിനടിയിൽ ഒളിപ്പിച്ച് നിർത്തും അവൻ നിന്നെ? ഒരു ദിവസം അവൻ്റെ ലക്ഷ്മണരേഖ കടന്ന് നീ വെളിയിൽ വരും. അന്ന് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വരും. യുദ്ധം ചെയ്യാൻ നിന്റെ രാമൻ വരുമ്പോൾ തോറ്റു മരിച്ചു വീഴുന്ന രാവണനായിട്ടല്ല, അവൻ്റെ തലയിറക്കുന്ന രാവണനായിട്ട്. അപ്പോൾ കാണാം ആദിരുദ്ര. അത് പറഞ്ഞ് അയാൾ തിരിച്ചു നടന്നു. കാറിലേക്ക് കയറാൻ തുടങ്ങിയ അയാൾ ഒരു കാറിൻ്റെ നിർത്താതെയുള്ള ഹോണടി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അയാളൊന്ന് പകച്ചു ആദിയെ നോക്കി. ആദിയും കാർത്തുവും അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു.